ശ്രീ സെന്തിൽനാഥനിലേക്ക് പോവുകയാണ്. ശ്രീ സെന്തിൽനാഥൻ, ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ, അതിൽ പടച്ചട്ട പോലെ ഒരു കവചം പോലെ സ്വർണ്ണപ്പാളികൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 13 പീസുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശ്രീ ഗോപൻ പറഞ്ഞത് കേട്ടല്ലോ, അതിൽ സ്വർണം പൂശിയതാണ്, അത് ഈ പറഞ്ഞതുപോലെ സ്വർണം പൊതിഞ്ഞതല്ല എന്ന്. അങ്ങെന്താണ് ഇതിൽ പറയാനുള്ളത്? ഓക്കെ, ഫസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. അതായത് ദാരുശില്പം എന്ന് പറഞ്ഞല്ലോ, ദാരുശില്പം മീൻസ് ആക്ച്വലി സംതിങ് മെയ്ഡ് ഓഫ് വുഡ് ആണ്. ഇത് കൃഷ്ണശിലയാണ്. അപ്പോൾ കൃഷ്ണശിലയിൽ വന്നിട്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കോപ്പറിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലിൽ നമുക്ക് സ്വർണം പൂശുക എന്ന് വെച്ചാൽ ഈ നമ്മൾ ഭാഷയിൽ പറഞ്ഞു വരുമ്പോഴാണ് പൂശുക എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് വന്നിട്ട് ചെമ്പ് പാത്രമില്ലേ, ചെമ്പ് പാത്രം എടുത്ത് ഈയം പൂശുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഷ വിധാനമാണ് ഈ പൂശൽ എന്ന് പറയുന്നത്. ഈ അമാഗ്ലിമേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാലും ഇറ്റ്സ് എൻ അതർ ടേം ഓഫ് പൂശൽ എന്ന് പറയാം, ക്ലാഡിംഗ് എന്നും പറയാം. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വർണ്ണ ഷീറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കും. ദാറ്റ് ഈസ് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടകത്തിന്റെ തോലുകൾ വെച്ചിട്ട് അടിച്ചടിച്ച് പരത്തിയിട്ട് ട്രാൻസ്മിഷൻ സ്റ്റേജിലേക്കാക്കും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ്, മൈക്രോൺ സ്റ്റേജ്. ഇലക്ട്രോപ്ലേറ്റിംഗിൽ അപ് ടു 1 മൈക്രോൺ വരയ്ക്കും വരാം. പക്ഷെ ഇത് അടിച്ചു വരുമ്പോഴേക്കും 2 മൈക്രോൺ വരും. ദ നെക്സ്റ്റ് സ്റ്റേജ് വിൽ ബി എ ഡസ്റ്റ് ഫോം ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് ഹിയർ. അത് കാരണം ഷീറ്റായിട്ട് വെക്കും. അപ്പൊ ഷീറ്റായിട്ട് വെക്കുമ്പോഴേക്കും ഈ കോപ്പർ ഒരു റഫ് സർഫസ് ആക്കി മാറ്റും. റഫ് സർഫസ് ആയിട്ട് മാറ്റുന്നതിൽ ഒരു പോറസ് ഫോർമേഷൻ വരാനായിട്ടാണ്. ബൈ വിച്ച് മെർക്കുറി അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ ഗോൾഡ് അതിലേക്ക് നമ്മൾ പതിപ്പിക്കും. അതാണ് ഈ ക്ലാഡിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ അത് പൂശലായിട്ട് മാറുകയാണ്. ശരി, എനിക്ക് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ദ്വാരപാലക ശില്പങ്ങളിൽ ക്ലാഡിംഗ് ആണോ നടത്തിയിട്ടുള്ളത്? 110% ഷുവറാണ്, അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. അത് ദാരുശില്പമല്ല, കൃഷ്ണശിലയാണ്. മറ്റേ ഈ പറയുന്ന ദ്വാരപാലകര് അതിന്റെ മുകളിൽ കോപ്പർ വെച്ച് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഈ പറഞ്ഞ ക്ലാഡിംഗ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ക്വാണ്ടിറ്റി ലെറ്റ് ഇറ്റ് ബി എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ, ബട്ട് അത് 100% 24 ക്യാരറ്റ് വെച്ച് ക്ലാഡ് ചെയ്താന്നുള്ളത് ആബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ശരി, അപ്പൊ ഈ ക്ലാഡ് ചെയ്ത പാളികൾ അങ്ങനെ അഴിച്ചു മാറ്റി കൊണ്ടുപോയി അത് പുതുക്കി കൊണ്ടുവരാൻ പറ്റുമോ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ക്ലാഡ് ചെയ്ത സ്വർണം ഈ പറഞ്ഞ മാതിരി മങ്ങുമോ, നിറം മങ്ങുമോ? യെസ്, അവിടെയും പറഞ്ഞുതരാം. അതായത് തൊടുന്ന പോർഷൻ വേറെവർ വി ടച്ച് ദർ ആർ പോസിബിലിറ്റീസ് ഓഫ് ഡിപ്രിസിയേഷൻ. കാരണം നമ്മൾ സ്വർണം പൂശിക്കഴിഞ്ഞാൽ നമ്മുടെ വേർപ്പ് എങ്ങനെ നമുക്ക് പോകുന്നു, മീൻസ് ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറയുന്ന പോലെ ആ കെമിക്കൽ പ്രോസസ്സ് അവിടെയും വരികയാണ്. ഫിംഗർ പ്രിന്റ്സ്, കാരണം DNA ടെസ്റ്റ് എടുക്കുന്ന പോലെ അങ്ങനെയാണ്, ശരിയല്ലേ? അപ്പൊ അത്ര ഹൈലി കെമിക്കലൈസ്ഡ് ഒരു സംഭവം നമ്മൾ ഫ്രീക്വൻസ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോഴേക്കും പോകും. ആ പോകുന്ന പോർഷൻ മാത്രമേ പോകുള്ളൂ. ഇവര് സാധാരണ പറയുന്നത്, ഇപ്പൊ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ചെമ്പ കൊടുത്തു വിട്ടേന്ന്, അത് ആക്ച്വലി കോൺട്രഡിക്റ്റ് ആണ്. അങ്ങനെ 100% കംപ്ലീറ്റ് ടോപ്പ് ടു ബോട്ടം യാതൊരു ചാൻസസും ഇല്ല പോകാനായിട്ട്. അനുഭവം വെച്ച് പറയാൻ ആരും കുറ്റപ്പെടുത്തിയോ നമ്മള് ഒരു ഫൈൻഡിങ്സ് വേണ്ടി പറയല്ല. യാഥാർത്ഥ്യം പറയുമ്പോഴേ ഒരു ഫൈൻഡിങ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അയച്ചു മാറ്റാൻ റിമൈനിങ് സ്വർണത്തോടുകൂടി മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ക്വാണ്ടിറ്റി ലെറ്റ് ദം വെരിഫൈ വിത്ത് ദ റെക്കോർഡ്സ്. ഓക്കെ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇത്ര സ്ക്വയർ ഫുട്ട് ഉണ്ടെങ്കിൽ ഇത്ര ലെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. ആക്ച്വൽസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആക്ച്വൽസിന്റെ ബേസിസിൽ അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ പറയുന്ന പ്രധാനമായിട്ടുള്ള സാധനം സ്വർണം 100% ഷുവർ ആയത് പതിച്ചിട്ടുണ്ടെന്നും തൊടാനുള്ള സ്ഥലത്ത് വന്ന് പോകാനുള്ള സാധ്യതകളുണ്ടെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എൻറ്റയർ തിങ് പോകാൻ സാധ്യതയില്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു എവിടെ വേണം എക്സാമ്പിൾ പറയാം. ഞാൻ തിരുപ്പതി ചെയ്തിട്ടുണ്ട്, ഗുരുവായൂർ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ കയറുന്ന എൻട്രൻസിൽ തന്നെ ഇപ്പം നമുക്ക് പോയാൽ കാണാം, തൊട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങൾ അതേപോലെ തന്നെ ഉണ്ട്, തൂണിൽ അതേപോലെ തന്നെ ഉണ്ട്, അപ്പൊ തിരുപ്പതിയിൽ അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ എൻറ്റയർ തിങ് പോയി എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇത് പറയാനായിട്ട് വരുന്നത്. ഒരു ഭക്തനായിട്ടെങ്കിലും എനിക്ക് പറയാലോ. ശ്രീ സെന്തിൽ, അപ്പൊ എനിക്ക് അറിയാനുള്ള കാര്യം, എനിക്ക് ശബരിമലയിലെ രീതികൾ അറിയാത്തതുകൊണ്ടാണ്. ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ ഭക്തർക്ക് മുഴുവൻ തൊടാനുള്ള സൗകര്യമുണ്ടോ? തൊഴുതിട്ടാണോ പോവുക? അതോ തൊടാൻ അനുവാദമുണ്ടോ, അനുവാദമില്ലേ? ഇല്ല, 100% ഷുവർ. എന്ത് തൊടാൻ പാടില്ല? ഇല്ല, അനുവാദമില്ല. അതായത് അവിടെ കയറി നമ്മൾ ആ
ഞാൻ തന്നെ അവിടെ നിന്നിട്ടുണ്ട് തൊടാനായിട്ട്. പക്ഷെ നമ്മൾ പൊതുവെ അതിൽ ചാരി നിൽക്കുകയോ ചാരി നിന്ന് തൊടാനും പറ്റില്ല, അകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തൊടണം. അപ്പൊ തൊട്ട് അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ റഷ് വരുന്ന സമയത്ത് പോയി അറിയാണ്ട് കൈ തൊടുന്ന ചാൻസസ് ഉള്ളൂ. അത് തൊട്ടാൽ പാദത്തിലേക്ക് തൊടാം. ആരെങ്കിലും കാലെ തട്ടിയാൽ തൊട്ട് സ്വർണം മങ്ങാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ കുറഞ്ഞു പോകാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ. വല്ലപ്പോഴുള്ള ഈ തൊടലിൽ അത് സാധ്യമല്ലല്ലോ. സാധ്യമല്ല. ആ ബേസ് പൊസിഷൻ മാത്രം. അത് പറയാൻ വേറൊരു കാര്യം വെച്ചാൽ ഏഷ്യാനെറ്റിൽ വന്നിട്ട് 2017 വരെയ്ക്ക് അവർ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട് ദ എൻറ്റയർ പീസ് വാസ് ദേർ. അപ്പൊ എഗെയിൻ ഈ പറഞ്ഞാല് 2010 സാഹചര്യത്തിൽ നമുക്ക് വിതിൻ 2 years വന്നിട്ട് ഇത് കംപ്ലീറ്റ് അങ്ങ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സ്വർണത്തോടു കൂടിയല്ലാതെ ആ പാളി അതിൽ നിന്ന് അഴിച്ചു മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളിയിൽ അങ്ങനെ ഒരു തേയ്മാനം വരാൻ സാധ്യതയില്ല. ഇനി നമുക്കറിയേണ്ടത് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു അവർ ഈ കൊണ്ടുവന്ന പഴയ ചെമ്പിൽ സ്വർണം പൂശുന്ന പരിപാടി അവർക്കില്ല. അവർ പുതിയ ചെമ്പ് പാളിയിലാണ് ഈ സ്വർണം പൂശിക്കൊടുക്കാറ്. അങ്ങനെയാണല്ലോ പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ പാളി എവിടെ? അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോയ പാളി എവിടെ? അതല്ലേ ചോദ്യം. മല്യ കൊടുത്ത പാളി എവിടെ? മല്യ കൊടുത്ത സ്വർണം എവിടെ? ഒരു ചെറിയ വേരിയേഷൻ. ഞാൻ ആപ്പാടെ ഡിപ്രീഷിയേഷൻ അത് തൊട്ട് പോകാൻ സാധ്യതയില്ല. ദർ ആർ പോസിബിലിറ്റീസ് ഓഫ് ലൂസിങ് ഗോൾഡ്, പക്ഷെ എൻറ്റയർ ഗോൾഡ് പോയില്ലെന്നാ പറഞ്ഞത്. എഗെയിൻ ഇനി കമ്മിങ് ടു അതർ പോയിന്റ്, അതായത് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞല്ലോ. ഫോർ എക്സാമ്പിൾ ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ കണ്ണാടിയിലെ ഫ്രെയിം ഗോൾഡ് പ്ലേറ്റിംഗ് പോയി, ഞാൻ ഡിപ്പ് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഗോൾഡ് ചെയിൻ പോയി, ഡിപ്പ് ചെയ്യാൻ കൊടുക്കണം. അതാണ് ഗോൾഡ് പ്ലേറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ഫുൾ ന്യൂ സാധനം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഫാക്ട്. ഇറ്റ്സ് നോട്ട് എ ഫാക്ട്. ഏത് പോർഷനിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. പക്ഷെ അമാൽഗമേഷൻ ചെയ്യുമ്പോൾ വരുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ അതിൽ ഉള്ള ഗോൾഡും കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്, മനസ്സിലാക്കണം. വേറസ് ഗോൾഡ് ഫ്രെയിം നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് പിന്നെ ലയിക്കണത് അതിൻ്റെ അകത്തേക്ക്, അത്രയും ക്വാണ്ടിറ്റി കയറുള്ളൂ. വേറസ് ദർ ഇസ് എൻ എക്സസ് ക്വാണ്ടിറ്റി ആൻഡ് ലെസ്സസ് ക്വാണ്ടിറ്റി ബി പി ലേറ്റർ ഓൺ വരുമ്പോഴേക്കും ആ ഡിഫറൻസ് എവിടെ പോയി എന്നുള്ള ചോദ്യം അഗൈൻ വരണം. അവിടെ ഇവർ പറഞ്ഞ പോലെ 400 grams കൂടുതൽ 1 gram ഉണ്ടെങ്കിലും പോലും അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സപ്പോസ് കൊണ്ടുപോയത് ഒരു 800 grams ആണ്, ഒരു അസംപ്ഷൻ പറയാണ്, കൊണ്ടുപോയി സാധനം 800 grams ആണെന്ന് വെച്ചോളൂ, ഗോൾഡ് ഉണ്ടായത്. ഡിപ്പ് ചെയ്തെടുത്ത് അവർ പറയുന്നു കംപ്ലീറ്റ് കോപ്പർ ആയിരുന്നു, അല്ല നമ്മൾ പറയുന്നു അല്ല ഇത് കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗോൾഡ് ഉണ്ടായിരുന്ന സാധനം അവൻ ഡിപ്പ് ചെയ്യുമ്പോഴേക്കും ഡെഫിനറ്റ്ലി അവിടെ ഡൈലൂഷൻ വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് 400 gram ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞ് തിരിച്ചു കൊടുക്കാനും സാധ്യതയുണ്ട്. സാധ്യതകളാണ് ഞാൻ പറയുന്നത്. സാധ്യതകളുണ്ട്. ഈ പഴയ ചെമ്പിൽ സ്വർണം പൂശാൻ പറ്റില്ല എന്നല്ല അവർ പറയുന്നത്, അവരുടെ രീതി അതല്ല എന്ന് അവർ പറയുന്നു. ഞങ്ങൾ അങ്ങനെ പഴയതിൽ വന്ന് ചെയ്തു കൊടുക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല, ഞങ്ങൾ തന്നെ ചെയ്ത് അതിൽ പൂശി കൊടുക്കുകയാണ് ഞങ്ങളുടെ രീതി എന്ന് പറയുന്ന കുറച്ചുകൂടി വിശ്വസനീയമല്ലേ? അതെ, അതെ, ആ രീതി വിശ്വസനീയമാണ്. പക്ഷെ ഒരു പുതിയ സാധനം ഉണ്ടാക്കുമ്പോൾ അതിൽ പൂശുന്നത് ശരിയാണ്, കറക്റ്റാണ്. അപ്പൊ അത് പുതിയതായിരിക്കും പോണം, ചെമ്പായിരിക്കണം പോയേക്കണത്. അപ്പൊ സ്വർണ്ണം എവിടെ പോയി? പഴയതെവിടെ? ദാറ്റ്സ് ഇറ്റ്. അതെ, അത് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം, പഴയതെവിടെ? ഇനി പോറ്റി ഒറ്റയ്ക്ക് കൊണ്ടുപോവുകയാണ് ആദ്യം ചെയ്തത് ശ്രീഗോപൻ. 2019 ആദ്യം കൊണ്ടുപോയത് പോറ്റി ഒറ്റയ്ക്കാണ്. പോറ്റി ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തീരുമാനിക്കുന്നത് ഒരു സംഘമാണല്ലോ, അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണല്ലോ. അതിലാരാണ് പ്രധാനി എന്നുള്ളതാണ്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ പലതായി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെമ്പ് എന്നാണ് പറയുന്നത്, പിന്നെ അദ്ദേഹം പറയുന്നത് അതിൽ സ്വർണം പൂശു എന്ന് അറിയില്ല എന്ന്. ഇതൊന്നും അറിയാത്ത ഉത്തരവാദിത്തമില്ലാത്ത ഒരു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു 2019 ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ബാക്കി അതികളും പറയാൻ കാത്തിരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.